ടീച്ചർ, ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. വിപ്ലവകാരിയായ നമ്മുടെ നഫീസ സേഫ് ആണല്ലോ അല്ലേ? നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. കാരണം എത്ര അപമാനിക്കപ്പെട്ടാലും പഠിക്കാത്ത, പ്രതികരിക്കാൻ സാധിക്കാത്ത ഇസ്ലാമിലെ സ്ത്രീ വിഭാഗം ഇനിയും എത്രയോ അനുഭവിക്കാൻ ബാക്കിയുണ്ട്. പെണ്ണിന് അക്ഷരാഭ്യാസം നൽകരുത്, അത് ഹറാമാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ പോലും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് മുന്നോട്ട് വന്നത്. അവർക്ക് പെണ്ണിനെ വേണ്ടത് അവരുടെ കാമം ശമിപ്പിക്കാൻ വെറും ഒരു പേറിയന്ത്രം മാത്രമായിട്ടാണ്, ഒരു കൃഷിയിടമായിട്ട്. നമുക്കറിയാം, ഒരു പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേണ്ടി സ്റ്റേജിൽ കയറി. ഏതെല്ലാം രൂപത്തിലാണെന്നറിയാം ആ പെൺകുട്ടി അപമാനിക്കപ്പെട്ടത്. പിന്നീട് വനിതാ മതിലൊക്കെ ഇതിനു മുന്നിൽ ഒന്നുമല്ല. അതുപോലെ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന മാഷിദ PV എന്ന പെൺകുട്ടി, ഇതൊക്കെ നാളത്തെ ജാമിദാമാരാകത്തില്ല എന്ന് ആര് കണ്ടു? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ എവിടെ നിൽക്കുന്നു എന്നറിയാത്ത ഒരൊറ്റ കൂട്ടരേ ഉള്ളൂ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആ വേഷം കെട്ടിയ കുട്ടിയും അമ്മയും എന്തെല്ലാം രൂപത്തിലാണ് അവരെ അപമാനിച്ചത്. ഇവരുടെ മതം ഏത് സാഹചര്യത്തിലാണ് കയറി വരേണ്ടത് എന്നിവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, AP കാന്തപുരം പറഞ്ഞു, ആണും പെണ്ണും ഇടകലരരുത് എന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞു. ഈ ഉംറ ഹജ്ജ് സന്ദർഭത്തിലൊക്കെ ഇപ്പോ മജീദിന്റെ ഭാര്യ 1.5 മാസത്തേക്ക് മമ്മൂട്ടി മുസ്ലിയാരുടെ ഭാര്യയാ. അലവി ഹാജിയുടെ ഭാര്യ 1.5 മാസത്തേക്ക് പിന്നെ വേറെ ആരുടെയെങ്കിലും പെങ്ങളാണ്. മൊയ്തു ഹാജിയുടെ ഭാര്യ മറ്റൊരുത്തന്റെ അമ്മായിയമ്മയാണ്. മൂസ ഹാജിയുടെ ഭാര്യ. കാരണം മഹ്റമുക്കണം, വിവാഹബന്ധം നിഷിദ്ധമായിട്ടുള്ള ആളുകളോടൊപ്പമേ ഹജ്ജോ ഉംറയ്ക്കോ പോകാൻ പാടുള്ളൂ. ഇനി ഒരു ഉംറ ഗ്രൂപ്പിൽ അമീറായിട്ട് പോകുന്ന ഒരു മുസ്ലിയാരുടെ പേരിൽ ഏത് രൂപത്തിലുള്ള കള്ളരേഖകൾ വേണമെങ്കിലും ഉണ്ടാക്കി ഇവർക്ക് സ്വർഗം വാങ്ങിക്കാൻ പോകാൻ പ്രശ്നമില്ല. ഹജ്ജ് ചെയ്യാൻ, ഉംറ നിർവഹിക്കാൻ, അത് അവിടെ മക്കയിൽ എത്താൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാകില്ല മുസ്ലിങ്ങളിൽപ്പെട്ട. ഇനിയിപ്പോ ഇവര് ഏത് രൂപത്തിലായിരുന്നാലും വേണ്ടില്ല, ഏവന്റെ ഭാര്യയാകാനും തയ്യാറാണ്, ഏവന്റെ അമ്മായിയമ്മയോ ആകാം, ഏവനെയോ പിടിച്ച് ഭർത്താവാക്കാം, മക്കളാക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഇവർക്ക് പോകാൻ തയ്യാറാണ്. അപ്പൊ ഇത് ഖുർആനിനെതിരാണ്, രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ്. സൗദി അറേബ്യ പോലും പരിഷ്കരിച്ച രൂപത്തിലേക്ക് മുന്നോട്ട് വന്നപ്പോൾ ഇവർ ഏത് രൂപത്തിലാ? അപ്പൊ ഹജ്ജിന്റെ ഉംറയുടെയും അപേക്ഷയുടെ ആദ്യ പേപ്പർ മുതൽ അവസാന പേപ്പറുകൾ വരെ, എയർപോർട്ടിൽ എത്തുന്നത് വരെ കള്ളം പറഞ്ഞ്, കളവ് പറഞ്ഞ്, കാപട്യത്തിലൂടെയാണ് ഇവരിത് വിജയിപ്പിച്ചെടുക്കുന്നത്. ഭാര്യയെന്നോ ഉമ്മയെന്നോ പെങ്ങളെന്നോ മകളെന്നോ അങ്ങനെ ഒരുപാട് കളവുകൾ പറഞ്ഞ് അതിനൊക്കെ എതിരെയല്ലേ ഇവർ ശരിക്കും പ്രതികരിക്കേണ്ടത്? അതിനൊന്നും ഇവരെ പ്രതികരിക്കില്ല. കാരണം ലക്ഷങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത് ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ.